എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം. ഞാൻ ഒരു വിഷയം പറയാനായിട്ടാണ് സാറിനെ ഇപ്പം വോയിസ് മെസ്സേജ് ഇടുന്നത്. നമുക്കൊന്നും എപ്പോഴും ഞങ്ങൾക്കൊന്നും സോഷ്യൽ മീഡിയ ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളൊക്കെ പറയുന്നവർ ഒന്ന് അറിഞ്ഞിരിക്കാം എന്നുള്ള ഒരു കാര്യത്തിനാണ്. ഇന്നലെ വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാനും വൈഫും കൂടെ തിരുവല്ലായിൽ ഒരു സാധനം മേടിക്കാൻ പോയി. സാൽവേഷൻ ആർമിയുടെ അവിടെ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. ഭയങ്കര തിരക്ക്. റോഡ് ഞങ്ങൾക്ക് അപ്പുറം ക്രോസ് ചെയ്യണം. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളുടെ സൈഡ് വണ്ടി വരവ് നിന്നപ്പം ഞാനും എൻ്റെ വൈഫും ഉണ്ട്. വേറെ അവിടെ നിന്ന് ഒരു സ്ത്രീയും അവരുടെ കയ്യിൽ 2 കൊച്ചു പിള്ളേർ, വേറൊരു സ്ത്രീ, ഞങ്ങളെല്ലാം കൂടെ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് മുന്നോട്ട് ഒരു ഭാഗം അങ്ങോട്ട് കഴിഞ്ഞു. റോഡിൻ്റെ പകുതി സെൻട്രൽ ലൈനിൽ നിൽക്കുക. ഞങ്ങളുടെ സൈഡിൽ കൂടെ വണ്ടിയില്ല. അവിടുന്ന് വണ്ടി ഇച്ചിരി സ്ലോ ആകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പെട്ടെന്നൊരു ശബ്ദം കേട്ടു. മിനിറ്റുകൾക്കകം ഞങ്ങളുടെ ഒരു മന്ത്രി പോവുക. ഒരു സൈറൻ അടിച്ചുകൊണ്ട് ഇത് വന്നു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മുമ്പോട്ട് ചാടണോ പുറകോട്ട് ചാടണോ എന്ന് അറിയത്തില്ല. അവരും വന്നു. ഇതെല്ലാം ഒരു സെക്കൻഡിനകമാണ്. അല്ലെ ദൂരേന്നേ കേട്ടിരുന്നേ ഞങ്ങൾ ഇത് വരത്തില്ല. അത് കേൾക്കുന്നതിന് ശബ്ദ സൗണ്ടിനെക്കാട്ടിൽ വേഗം വണ്ടി വരിക. പുറകിലൊരു മന്ത്രി ഇതും. ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. അവരും ആ പൈലറ്റ് ജീപ്പും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒന്ന് വെട്ടിച്ചു. ഏതായാലും ദൈവകൃപയെന്ന് പറഞ്ഞാൽ മതി. അല്ല, ഞങ്ങൾ 7 പേരിന്ന് ഞങ്ങൾ ആ നടുക്ക് എല്ലാവരും കൂടെ നിന്നു. എന്നിട്ട് ആ പൈലറ്റ് ജീപ്പേ ഇരുന്ന പോലീസുകാരും ഞങ്ങളെ മുന്നോട്ട് നീട്ടി ചീത്ത ഏതാണ്ട് വിളിച്ചോണ്ട് പോകുന്നു. മന്ത്രിയുടെ വണ്ടി ഒരു മിന്നായം പോലെ പോകുന്നു. ഇതാർക്ക് വേണ്ടി ഇത്രയും സ്പീഡ് ഓടുന്നത്? ഇന്നലെ തിരുവല്ലയിൽ നിന്ന് TV മുഴുവൻ കാണിയതാണ്. ഞങ്ങൾ 6-7 പേര് ഇന്ന് ആ പൈലറ്റ് വാഹനം ഇടിച്ച് മരിച്ചു പോയത്. ദൂരേന്ന് കുറച്ച് മുമ്പേ കേട്ടിരുന്ന ഞങ്ങൾ ഈ റോഡ് ക്രോസ് ചെയ്യുകയില്ല. ശബ്ദവും വരവും എല്ലാം കൂടെ ഒന്നിച്ച് ഒരു 3 മിനിറ്റ് കൊണ്ട് അവർ തിരുവല്ലയിൽ നിന്ന് കോട്ടയത്ത് എത്തിക്കാണും. അത്ര സ്പീഡിൽ പോയി. ആരെ ഇവർ കാണിക്കുന്നത്? ഇതിനാണ് മന്ത്രിയാകുന്നത് ഈ സ്പീഡിൽ പോകാൻ. നാട്ടുകാരൻ്റെ ഇത് നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ ക്യൂ നിന്ന് രാവിലെ 6:30 പോയി വോട്ട് ചെയ്ത് ജയിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളെ തോൽപ്പിക്കാനാണോ? ഇവരിങ്ങനെ ജീവിച്ചവരാണോ? ഇത് 6 മാസം കഴിഞ്ഞ് വീണ്ടും ഇവരിങ്ങനെ പോകാൻ പറ്റുമോ? ഇവർക്ക് ആരെയെ തോൽപ്പിക്കുന്നത്? സാധാരണക്കാർ ഇങ്ങനെയാണോ പോകുന്നത്? ഞങ്ങൾ ഇന്നലെ വളരെ രാത്രി ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞാനും വൈഫും, എൻ്റെ വൈഫിൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ട് ആ അമ്മ, അവർ 2 കൊച്ചു പേരക്കുട്ടികളെ, അവരുടെ അമ്മ വേറൊരു കൂടെ, ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച ഒരു സൈഡ് കടന്നു. പിന്നെ അപ്പുറത്തെ സൈഡ് അങ്ങനെ ആണല്ലോ. അല്ലെങ്കിൽ സീബ്ര ലൈൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വരെ നടന്ന് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നു. നമ്മൾ എല്ലാവരും അങ്ങനെ. പക്ഷെ മിനിറ്റുകൾക്കകം 3 മിനിറ്റ് കൊണ്ട് അവർ തിരുവല്ലയിൽ നിന്ന് കോട്ടയത്ത് എത്തി. എവിടെ പോകുന്നു? ഫയർ എഞ്ചിൻ പോകത്തില്ലല്ലോ. ഇങ്ങനെ ആരെ തോപ്പിച്ച്? ഈ മന്ത്രിക്ക് പേടിയില്ലേ? ജീവനെ പേടിയില്ലയോ? അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ലോകത്തിൽ വണ്ടി പോകുന്നത് നമ്മുടെ റോഡിൽ. ഗൾഫിലില്ലല്ലോ. ഗൾഫിലെ രാജാവ് പോകത്തില്ലല്ലോ. അത് 6 വരിപ്പാത, 2 സൈഡ് 3 സൈഡും എല്ലാം ഇരുമ്പ് സ്കാഡർ ഇട്ട് പിന്നെ മറച്ചിരിക്കുന്നത്, വേലി പോലെ വെച്ചിരിക്കുക. അതിലേ പോകത്തില്ലല്ലോ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്തിനാ ഈ മന്ത്രി ഇത്രയും പായുന്നത്? പഴയ ബൂർഷകൾ ഇങ്ങനെ പായത്തില്ലല്ലോ. ഇന്നലെ വലിയൊരു സംഭവം. ഇന്ന് TV മുഴുവൻ നിറഞ്ഞ് കാണിയതാണ്. ഞങ്ങൾ 6-7 പേര് മന്ത്രിയുടെ പൈലറ്റ് വാഹനം. ഞാൻ വണ്ടിയുടെ നമ്പർ ഒന്ന് കണ്ടു. കേരള അതുവരെ. തിരുവല്ലയിൽ നിന്ന് ഒരു സ്നേഹിതൻ ഇന്ന് അയച്ചു തന്ന, ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടൊന്നുമില്ല. സ്നേഹിതൻ എന്ന് പറഞ്ഞത് അയച്ചു തന്നതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സംഭവം എന്താണെന്ന് അദ്ദേഹം തന്നെ ക്ലിപ്പിൽ പറയുന്നുണ്ടല്ലോ. തിരുവല്ലയിൽ ഒരു സ്ഥലത്ത് റോഡിൻ്റെ ഒരു സൈഡിൽ നിന്നു 7 പേര്, ഒരു ഭാര്യയും ഭർത്താവും, 3 സ്ത്രീകൾ, 2 കുട്ടികൾ ഉൾപ്പെടെ റോഡിൻ്റെ ഒരു സൈഡിൽ നിന്നു റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് വണ്ടികളൊന്നും അവരുടെ നോട്ടത്തിൽ ഇല്ല എന്ന് മനസ്സിലായപ്പോൾ അവർ റോഡിൻ്റെ നടുക്കോട്ട് കയറി കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് സൈറണിട്ട് അലറി കുതിച്ച് ഒരു മന്ത്രിയുടെ വാഹനവ്യൂഹം വന്നിട്ട് ആ ഫ്രണ്ടിൽ വന്ന പൈലറ്റ് ജീപ്പ് ചാവുട്ടി വെട്ടിച്ച് തെറ്റിച്ച് ഒരു തരത്തിലൊക്കെ അവിടെ കൊണ്ട് നിർത്തി. ഇവർ റോഡ് നടക്ക് നിൽക്കല്ലേ. ബാക്കി കാര്യങ്ങളൊക്കെ ആ ക്ലിപ്പിനകത്ത് അദ്ദേഹം പറയുന്നത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിനകത്ത് 2-3 കാര്യം മനസ്സിലായി. ഒന്ന്, ഈ ദമ്പതികൾ, ഈ ഭാര്യയും ഭർത്താവും പോലും രാത്രിയിൽ പോലും ഇവർ ഭയന്ന് ഞെട്ടി വിറച്ചെങ്കിൽ അതിനകത്തുണ്ട് ആ 2 കുഞ്ഞു കുട്ടികൾക്കൊക്കെ എത്ര ഭീകരമായ അവസ്ഥ ഉണ്ടായി കാണും. അപ്പം എനിക്കിത് അയച്ചു തന്നപ്പോൾ ആ മനുഷ്യൻ പറയുക, അതൊക്കെ തന്നെ പറയുക, നിങ്ങളൊക്കെ ഞങ്ങൾക്കൊന്നും സോഷ്യൽ മീഡിയ ഇല്ല, നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നവരല്ലേ, നിങ്ങൾ പറയുമ്പോൾ ഇതൊന്ന് പറ, അല്ലാതെ വേറെ എന്താ ചെയ്യുന്നതെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ ആക്രമങ്ങൾ, അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ ആക്രമണങ്ങൾ പരിധി വിട്ടു എന്നാണ് നമ്മൾ ഈ മനസ്സിലാക്കുന്നത്.
ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഒരു സ്നേഹിതൻ കോട്ടയത്ത് കോടതിയിൽ ഒരു സീനിയർ അഡ്വക്കേറ്റാണ്. അദ്ദേഹം എന്നോട് പറയും, എൻ്റെ സജി, ഞാൻ ടൗണിൽ നിൽക്കുമ്പം അലറി കുതിച്ച് ഒരു പൈലറ്റ് ജീപ്പും തൊട്ടു പുറകെ ഒരു മന്ത്രി വണ്ടിയും തൊട്ടു പുറകെ അതിൻ്റെ പുറകിൽ ഒരു ഇതൂടെ ഇങ്ങ് വന്നു. ശകലം ശ്രദ്ധിച്ചില്ലായിരുന്ന ഇടിച്ച് തെറിപ്പിച്ചാനെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുക, ഞാൻ പിന്നെ ചെന്ന് നോക്കുമ്പോണ്ടല്ലോ, ഇനി ഈ മന്ത്രി ഏതാണ് എന്ന് ചോദിച്ചാൽ, ഈ അടുത്ത കാലത്ത് ഭരണം ഇനി യു ഡി എഫിലോട്ട് ചാടാമെന്നും പറഞ്ഞൊരു പാർട്ടി തുടങ്ങിയല്ലോ. ഇങ്ങനെ ചാടാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രിയെ മുഖ്യമന്ത്രി വിളിച്ചിട്ട് പറഞ്ഞു, നീ ഭരണത്തിലിരുന്നപ്പോൾ ചെയ്തതും ഉണ്ടാക്കിയതും ഒക്കെ എങ്ങനെയാ എന്നും പറഞ്ഞ് ഒരു വിരട്ടിയപ്പം തൊടവഴി മൂത്രം ഒഴിച്ചൊരു മന്ത്രിയുണ്ട്. പുള്ളി പറഞ്ഞേ, പാർട്ടി വളർന്നാലും ഞാൻ ചാടുകയില്ല, ഉറപ്പ്. കാരണം കാണിച്ച കൊള്ളരുതായി എല്ലാം അങ്ങേക്ക് അറിയാമല്ലോ, അങ്ങില്ലെങ്കിൽ ഞാൻ ഉള്ളേ പോകുമല്ലോ. അതുകൊണ്ട് പാർട്ടി വളർന്നാലും ഞാനില്ലെന്ന് പറഞ്ഞ പാർട്ടി. ഇങ്ങനെയാണ് ഈ അലറി കുതിച്ച് കോട്ടയം ടൗണിൽ കൂടെ പോയത്. ഇച്ചിരി കഴിഞ്ഞ് എൻ്റെ സ്നേഹിതൻ ഈ അഡ്വക്കേറ്റ്, അദ്ദേഹം ഒരു ബാർബർ ഷോപ്പിൽ ചെല്ലുമ്പം, അത് ഇച്ചിരി കൂടിയ ബാർബർ ഷോപ്പാണ്, ജെൻസ് ബ്യൂട്ടി പാർലറാണ്. അവിടെ ചെല്ലുമ്പം മന്ത്രി അവിടെ ഇരുന്ന് ഷേവ് ചെയ്യുന്നുണ്ട്. മന്ത്രി എന്തിനാ ഈ അലറി കുതിച്ച് പോയെന്നറിയാവോ? ഈ പൈലറ്റ് വണ്ടിയും വെച്ച് ഈ അലറി കുതിച്ച് പോയത് ഷേവ് ചെയ്യാൻ. അപ്പോൾ ഇത് എന്തുമാത്രം അതപ്പതിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ആംബുലൻസ് പോകുമ്പോൾ, രോഗിയെ കൊണ്ട് പോകുമ്പോൾ അതിന് പിടിവിട്ട് പോകാൻ പെർമിറ്റുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാം. അതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കുകയും ചെയ്യാം. പക്ഷേ ഡെഡ് ബോഡിയും കൊണ്ട് വരുമ്പോൾ ഇങ്ങനെ സൈറനിട്ട് അലറിക്കൂയി വരേണ്ട കാര്യമില്ല. ഈ വഴിയെ കൂടെ പോകുന്ന ആംബുലൻസുകളിൽ ചിലതൊക്കെ ജീവൻ രക്ഷാ മരുന്നുകളും കൊണ്ട് പോകുന്നതാണ്. അതിനൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയാം. പക്ഷേ ഇവന്മാർ വീട്ടിലോട്ട് നേരത്തെ പോകാൻ വേണ്ടി ഇത് ആംബുലൻസിൽ ഈ സൈറനൊന്നിട്ട് അടിച്ചു കൂട്ടി പോകേണ്ട കാര്യമില്ല. ഇത്രയും ആളുകളെ, ഇങ്ങനെ വഴി നിൽക്കുന്ന ആളുകളെ മുഴുവൻ പേടിപ്പിച്ച് ഇവന്മാർ അലറിക്കൂകി ഇങ്ങനെ പോകാനും മാത്രം, അതിനും മാത്രം വിശേഷപ്പെട്ട എന്നാ കൂണ്ടിയായി പുറകിലത്തെ വണ്ടിയിലിരിക്കുന്നത്. എന്നതിന് ഇവന്മാരെ അങ്ങനെ ഇരുത്തിയേക്കുന്നത്? എന്നിട്ട് ആ ചേട്ടൻ തന്നെ ആ ക്ലിപ്പിനകത്ത് പറയുന്നുണ്ട്, ഗൾഫിലെ രാജാവ് ഇങ്ങനെ ചെയ്യുകയല്ലെന്ന്. ഞാൻ ആ ചേട്ടനോട് പറയട്ടെ, ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് പറക്കമുറ്റുന്നത് വരെ മരം മുറിച്ച് മാറ്റി റോഡ് പണിയണ്ടെന്ന് പറഞ്ഞ ഹൃദയമുള്ള രാജാക്കന്മാർ ഗൾഫിലുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ദുബായിലെ രാജാവാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വയറ്റിൽ സ്വന്തമായിട്ട് വര മാത്രമുള്ള ആളുകളുണ്ട്. വടക്കൻ കൊറിയയിലുള്ളവരെ സാധാരണപ്പെട്ടവൻ്റെയൊക്കെ വയറ്റിൽ സ്വന്തമായിട്ട് വരയേ ഉള്ളൂ. കാരണം അവനൊക്കെ തിന്നുന്നത് പാറ്റായും പഴുതാരയും തവളയും ഒക്കെ പിടിച്ച് തിന്നുക. കാരണം അവിടെ അതുകൂട്ട് ഏകാധിപത്യ ഭരണമാണ്, കിമ്മിൻ്റെ നാട്. ആ കിമ്മിൻ്റെ സ്വഭാവമുള്ള ഭരണാധികാരികൾ ഇവിടെ ഭരിക്കുമ്പോൾ ദുബായിലെ രാജാവിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 40 വണ്ടിയിലല്ലേ ചക്രവർത്തി എഴുന്നള്ളുന്നു. 40 വണ്ടിയെ പോകുന്ന ചക്രവർത്തിയുടെ കീഴിലുള്ള സാമന്ത രാജാക്കന്മാർ 10 വണ്ടിയെ പോയില്ലെങ്കിൽ അത്ഭുതമുണ്ടോ? ഇവന്മാർ എന്നത്തിനാണ് പോകുന്നത് ഇവന്മാർക്കും അറിയത്തില്ല. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇവന്മാർ ഈ മരണപ്പൂക്രാണ്ടി എടുത്ത് പോയിട്ട് ഈ സംസ്ഥാനത്തിന് 6 ലക്ഷം കോടി രൂപ കടമല്ലാതെ എന്നതിലും ഗുണമുണ്ടായോ? ഒരു ഗുണമുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. ആർക്ക് വേണ്ടിയാണ് ഇവർ ഇത്രയോ സ്പീഡിൽ പോകുന്നത്? ഞാൻ സമൂഹത്തോട് ചോദിക്കട്ടെ, ഇവരെന്നാ ഉണ്ടാക്കാനായി ഇത്രയോ സ്പീഡിൽ ഇങ്ങനെ പോകുന്നു? ഇവർ പോയ കൊണ്ട് എന്താണ് ഗുണം? കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാനത്തിന് 6 ലക്ഷം കോടി രൂപ കടമല്ലാതെ ഇവർ ഈ ഒടുക്കത്തെ സ്പീഡിൽ ഈ പോക്ക് പോയതുകൊണ്ട് സംസ്ഥാനത്തിന് എന്ത് ഗുണം? നിങ്ങൾ പറ. 1. 2, ഈ മനുഷ്യൻ തന്നെ പറയുന്നു, രാവിലെ 6-നും 6:30-ക്കും പോയി ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നത് ഇതുപോലെയുള്ളവന്മാരെ ഉണ്ടാക്കാനാണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് പേടിച്ചിട്ട് വഴിയിലിറങ്ങാൻ മേലാത്ത രീതിയിൽ ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, കയറ്റിയിരുത്താൻ വേണ്ടിയിട്ടാണോ നമ്മൾ രാവിലെ ക്യൂവിൽ പോയി ഉണ്ടാക്കുന്നത്? സമൂഹത്തോട് ചോദിക്കട്ടെ, ആണോ? സാധാരണ അപകടങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് ഫയർ ഇഞ്ചൻ പോകുന്നതാണ് ഇങ്ങനെ. ഈ ഫയർ ഇഞ്ചൻ പോകുന്നത് പോലെ എന്തിനാണ് ഇവർ പോകുന്നത്? ഇതെന്നതാണെന്നറിയാവോ? മിക്കവാറും വീട്ടിലോട്ട് പോകുന്നതോ വല്ല ഉദ്ഘാടനത്തിന് പോകുന്നതോ ഒക്കെയാണ്. അത് ഇച്ചിരി മര്യാദയ്ക്ക് അങ്ങ് പോയാൽ ചെല്ലുകയില്ലെങ്കിൽ ഇവർ ഉദ്ഘാടനത്തിന് ഒന്നും വരണ്ടെന്ന്. ഇവർക്ക് മന്ത്രിമാർക്ക് അവിടെ താമസിക്കാൻ അവിടെ മന്ത്രി മന്ദിരങ്ങളും MLA മാർക്ക് അവിടെ MLA ക്വാർട്ടേഴ്സും ഒക്കെ ഉണ്ടല്ലോ. സമയവും സന്ദർഭവും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളിയാച്ചാൽ മതി. ഇത് അവിടെ എങ്ങാനും നിന്നോട്ടെ, ഇങ്ങോട്ട് വരണമെന്ന് ആർക്കും ഇത്ര നിർബന്ധം? ഈ മോന്തയൊന്നും കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നോട് പറയാം, സംസ്ഥാന നേതൃത്വത്തിലുള്ള മോന്തകൾ TV-ക്കകത്ത് വരുമ്പോൾ TV ഓഫ് ചെയ്യുക, അത്രയും കലിയാന്ന് പറഞ്ഞിപ്പോൾ. അതുകൊണ്ട് ഈ മോന്തയൊന്നും ഇവിടെ ആർക്കും കാണണമെന്നൊന്നുമില്ല. എന്നിട്ട് ആ മനുഷ്യൻ തന്നെ പറയാം, പഴയ ബൂർഷകൾ ഇങ്ങനെ പോകുകയല്ലോ എന്ന്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരു LDF അനുഭവമുള്ള മനുഷ്യൻ, അല്ലാത്തൊരു ബൂർഷ എന്നൊരു വാക്ക് പോലും പറയല. അദ്ദേഹം പോലും ഇതുപോലെ കലിച്ചെങ്കിൽ ഇത് ഏത് അവസ്ഥയിലോട്ടായെന്ന് നോക്കിയേ. സ്വാഭാവികമായിട്ടൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. ഈ പൈലറ്റ് വാഹനത്തിൽ ഏറ്റവും ഫ്രണ്ടിൽ പോകുന്ന പോലീസ് ജീപ്പിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എന്തിനാ ഈ വഴി നിൽക്കുന്ന ആൾക്കാരെ തായും പൂവും കായും എല്ലാം വിളിക്കുന്നത്? നികുതി പണം എടുത്ത് അങ്ങോട്ട് കൊടുത്തതാണോ ജനം ചെയ്തത് തെറ്റ്?
ഒരുമാതിരി തലയ്ക്ക് വെളിവുള്ള മനുഷ്യനൊന്നും പോലീസ് വണ്ടിയോ അല്ലെങ്കിൽ ഈ പൈലറ്റ് വണ്ടിയോ കണ്ട അതിൻ്റെ മുന്നിലോട്ട് ചാടുകയില്ല. അബദ്ധത്തിൽ ഒരു മനുഷ്യൻ പെട്ടുപോയാൽ, അബദ്ധത്തിൽ നമ്മുടെ വണ്ടി അതിനകത്തൊന്ന് പെട്ടുപോയാൽ തായും പായും പായും കൂവും എല്ലാം കൂടി ഇവന്മാർ വിളിക്കും. അത് എന്നത്തിനാണ് വിളിക്കുന്നത്? അക്രമമല്ലേ അത്? ഇതിനെല്ലാം ഒരു അറുതി വരുത്തിയേ പറ്റുള്ളൂ. ഇത്രയും അക്രമം ഈ നാട്ടിൽ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ ആ 7 പേരും ആ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ഭീകരതയിലേക്ക് കാര്യങ്ങൾ പോയെങ്കിൽ ഇതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം ഈ നാട്ടിൽ ഉണ്ടാക്കിയേ മതിയാവൂ. ഇവിടെ ജനാധിപത്യമാണ് എങ്കിൽ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.